നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സംസ്ഥാനത്തെ ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ബജറ്റിൽ നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ആദ്യഘട്ട പുനരധിവാസം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ആകെ 1202 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ യാതൊരു പ്രഖ്യാപനവും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി സംസ്ഥാന ബജറ്റിൽ എത്ര കോടി രൂപ നീക്കിവെക്കുമെന്നത് നിർണായകമായിരുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിടാൻ സർക്കാർ പ്രത്യേക കരുതൽ കാണിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പ്രഖ്യാപിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനും മേഖലയുടെ പുനർനിർമ്മാണത്തിനും 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് യാതൊരു സഹായവും അനുവദിച്ചിരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേരളത്തോട് കേന്ദ്രം കാണിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ധനമന്ത്രി പറഞ്ഞു. കൂടാതെ റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3061 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. റോഡുകൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബി വഴി 1000 കോടി രൂപയും അനുവദിച്ചു. കൂടാതെ തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ യാഥാർത്ഥ്യമാക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റിൽ പറഞ്ഞു. ഇതിനായുള്ള പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കും. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളുടെ വികസനത്തിനായി മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ കൊണ്ടുവരുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ലൈഫ് മിഷൻ പദ്ധതിക്കായി 1160 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഹെൽത്ത് ടൂറിസം പദ്ധതിക്ക് 50 കോടി രൂപയും പ്രഖ്യാപിച്ചു. കൂടാതെ കൊല്ലം നഗരത്തിൽ IT പാർക്ക് കൊണ്ടുവരുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.